ടി വിയിൽ കാണുന്ന ആളെ മാധു എന്ന് പറയുന്നവരെ ഭയങ്കര ക്ഷുഭിതയാവുന്ന, ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുന്ന, ഭയങ്കര അഗ്രസീവായിട്ടൊക്കെ ചിലപ്പോൾ ഡിബേറ്റുകളെ കൊണ്ടുപോകുന്ന ഒരാളാണ്. പക്ഷേ ഈ പറഞ്ഞ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ അങ്ങനെയല്ല, റിയൽ ലൈഫിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാവം പിടിച്ച ഒരു നിഷ്കളങ്കയായിട്ടുള്ള. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഒരു കാര്യം പേഴ്സണലി ചോദിക്കട്ടെ, ഈ വാർത്താ റൂമുകൾക്കുള്ളിൽ ജീവിക്കുക അല്ലെങ്കിൽ വാർത്തക്കിടയിൽ ജീവിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്നത് ഇത്ര സ്ട്രെസ്സുള്ള കാര്യമാണോ? പറഞ്ഞോ. നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ് അതിന്റെ കാര്യം. ഒരു ഇയർ എൻഡിന്റെ അവസാനമൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ ഈ ന്യൂസ് റീഡേഴ്സിനെ പറ്റിയ അമളികളൊക്കെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുക. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഒരു മാസത്തിൽ ഒരു എപ്പിസോഡ് വെച്ച് ഇറക്കാൻ പറ്റും. ഈ കാശ്മീർക്ക് ഇതുപോലെ ഒരു അബദ്ധം പറ്റിയതായിട്ട് എന്റെ ഓർമ്മയിലുണ്ട്. എന്തിനാ നാട്ടുകാരുടെ അബദ്ധം ചോദിക്കുന്നത്? എന്റെ തന്നെ ചോദിച്ചൂടെ? എനിക്കൊരു കാര്യം പറയണ്ട്. ഞാൻ മാതൃഭൂമി റിപ്പോർട്ടിൽ വന്നു. അപ്പം വളരെ പഞ്ചായിട്ട് ഹെഡ്ലൈൻ വായിച്ചിട്ട് പറയാണ്, രേഖകൾ മാതൃഭൂമി ന്യൂസിന്. അപ്പൊ ഞാൻ പൊട്ടനാ?